നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ മോശം കണ്ടൻസ് ഒക്കെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ടൈപ്പ് വീഡിയോസ് ആയിരിക്കും നമുക്ക് വീണ്ടും വീണ്ടും റെക്കമെൻഡഡ് ആയിട്ട് വരിക. അതുപോലെ തന്നെ സെർച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് പിന്നീട് ചിലപ്പോൾ റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മോശം കണ്ടൻസ് നമ്മൾ ഇടയ്ക്ക് സെർച്ച് ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻസിൽ കൂടുതലായിട്ട് അതുപോലുള്ള വീഡിയോസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വേറൊരാളുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുത്തിട്ട് അവർ യൂട്യൂബ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള റെക്കമെൻഡേഷനൊക്കെ അവർ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള കണ്ടൻസ് സെർച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം ഇവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനോടുള്ള മെച്ചങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സെർച്ച് ഹിസ്റ്ററിയിൽ വരില്ല. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് ഇത് എടുക്കില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് ഓഫാക്കിയതിന് ശേഷം നമ്മുടെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെർച്ച് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ആ ഒരു സെർച്ച് ചെയ്ത കാര്യം പിന്നെ റെക്കമെൻഡേഷനിലും വരില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻകോഗ്നിറ്റോ മോഡ് ഓഫ് ആക്കാൻ മറക്കരുത്. അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ഈ ഒരു പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ടേൺ ഓഫ് ഇൻകോഗ്നിറ്റോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ മെയിൻ യൂട്യൂബ് പേജിലോട്ട് വരുന്നതായിരിക്കും. ഇനി നമ്മളത് മാനുവലായിട്ട് ടേൺ ഓഫ് ചെയ്തിട്ടില്ലെങ്കിലും കുറേ നേരം നമ്മൾ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.